ലാൽ സലാം. കാന്താരയുടെ ആദ്യ ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സിനിമ ഒരു ബ്ലോക്ക് ബസ്റ്റർ ഗണത്തിലേക്ക് ആദ്യ വാരം തന്നെ എത്തുമെന്നുള്ളതാണ്. 125 കോടിയോളമാണ് സിനിമയുടെ ബഡ്ജറ്റായി കണക്കാക്കപ്പെടുന്നത്. ആദ്യ ദിനത്തെ പ്രകടനം തന്നെ മിന്നുന്ന പ്രകടനമെന്ന് വിശേഷിപ്പിക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് ഇടയിൽ ഓർമ്മിപ്പിക്കുക ചെയ്യുന്നു. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു, കേരള ബോക്സ് ഓഫീസിൽ സിനിമയ്ക്ക് ആദ്യ ദിനം ഒരു മലയാള സിനിമയുടെ ഏറ്റവും ഉയർന്ന കളക്ഷൻ റേഞ്ചിലേക്ക് തന്നെ ഈ ഒരു സിനിമയും എത്തുകയാണ്. അതെ, ഒരു കന്നഡ സിനിമയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന സ്കോറിലേക്ക് ഈ സിനിമ എത്തിയിരിക്കുകയും ചെയ്യുന്നു. 6,15,00,000 രൂപയ്ക്ക് മുകളിലാണ് ആദ്യ ദിനം സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. നമുക്ക് ട്രാക്കിംഗ് കളക്ഷൻസ് നോക്കുകയാണെങ്കിൽ 1716ഓളം ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ 3,38,000 മുകളിലുള്ള ടിക്കറ്റുകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇന്ന് തിയേറ്ററിലുണ്ടായിരുന്ന ഒക്യുപ്പൻസി 66% ആയിരുന്നു. 134ഓളം ഹൗസ്ഫുൾ ഷോകളും 319ഓളം ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ ഷോകളും 845ഓളം ഫാസ്റ്റ് ഫില്ലിംഗ് ഷോകളുമാണ് ട്രാക്കേഴ്സ് പറഞ്ഞിരിക്കുന്നത്. കേരളത്തിൽ ഇന്ന് നമ്മൾ നോക്കിയിട്ട് എങ്ങും ടിക്കറ്റ് കിട്ടാനില്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ചെയ്ത ടിക്കറ്റാണെങ്കിൽ ക്യാൻസൽ ആവുകയും ചെയ്തു, തിയേറ്ററിൽ പ്രശ്നം കാരണം. പിന്നീട് ഒരു തിയേറ്ററിലും ടിക്കറ്റ് കിട്ടിയിട്ടുമില്ല എന്നുള്ളതാണ്. എന്താണെങ്കിലും ഗ്രോസ് ആയ സിനിമയുടെ ട്രാക്കിംഗ് കളക്ഷനിൽ വന്നിരിക്കുന്നത് 5,40,00,000 രൂപയോളമാണ്. അതായത് 6 കോടിക്ക് മുകളിൽ ട്രാക്കിങ്ങിലൂടെ തന്നെ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. പ്രീസെയിലൂടെ ഈ ഒരു സിനിമ നേടിയത് 3,4 കോടിയോളമായിരുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ ഇങ്ങനെ ഒരു പ്രകടനം കാഴ്ചവെക്കുമ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങളിലോ എന്ന ചോദ്യമാണ്. ഡൊമസ്റ്റിക്കിൽ നിന്ന് മാത്രം സിനിമ 60 കോടിയോളം നേടുമെന്നുള്ളതാണ് ഇന്ന് കണക്കുകൾ പറയുന്നത്. തമിഴ്നാട്ടിൽ 20 കോടി, കർണാടകത്തിൽ 25 കോടിക്ക് മുകളിൽ, നോർത്തിൽ 10 കോടിക്ക് മുകളിൽ, അങ്ങനെയാണ് കണക്കുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. എക്സാക്ട് ഫിഗർ അറിയണമെങ്കിൽ നമുക്ക് തീർച്ചയായും നാളെ മാത്രമേ അറിയാൻ കഴിയൂ. നാളെ ഉച്ചയോടുകൂടി ഇതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ ധാരണ വരുമെന്നുള്ളതാണ്. എന്നാലും ആദ്യ ദിനം വേൾഡ് വൈഡായിട്ട് സിനിമയ്ക്ക് പ്രതീക്ഷിക്കുന്നത് 90 കോടി മുതൽ 105 കോടിക്കിടയിൽ വരാൻ ചാൻസുകൾ ഏറെ എന്നുള്ളത് തന്നെയാണ്. ഒരുപക്ഷെ 75-നും 100 കോടിക്കും ഇടയിലാകാനുള്ള ചാൻസുകളും ഏറെ തന്നെയാണ്. ഗൾഫ് മേഖലയിലും സിനിമയ്ക്ക് അതിഗംഭീരമായിട്ടുള്ള ഒരു റീച്ചാണ് ലഭിച്ചിരിക്കുന്നത്. എ ഡിവൈൻ ബ്ലോക്ക് ബസ്റ്റർ എന്ന് പൂർണ്ണമായും ഈ സിനിമയെ വിശേഷിപ്പിക്കാം. ഇവിടെ കാന്താരയുടെ ആദ്യ ഭാഗം നേടിയ വിജയം തന്നെയാണ് ഈ സിനിമയെ ഇന്ന് ഇങ്ങനെ എത്തിച്ചിരിക്കുന്നത്. ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം മലയാളി ഏത് നല്ല സിനിമ കണ്ടാലും അവിടെയൊക്കെ പോയി സിനിമ കാണുമെന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ മലയാള സിനിമയ്ക്ക് അത്രത്തോളം പകിട്ടുണ്ടെങ്കിൽ പോലും അന്യഭാഷക്കാർ അത് കാണാറില്ല എന്നുള്ളതും നമുക്കറിയാം. അതൊക്കെ അവരുടെ കാര്യമാണെങ്കിലും ഒരു കാര്യം ഉറപ്പിക്കാം, നല്ലതായതുകൊണ്ട് തന്നെ മലയാളികൾ സ്വീകരിക്കുകയാണ്. ഇത് ഭാഷകൾക്കും എല്ലാത്തിനും അതിര് കടർന്നും ഒക്കെ മലയാളി മാത്രമാണ് സിനിമയെയും സ്നേഹിക്കുന്നത്. ഇവിടെ നമുക്കൊരു കാര്യം ഉറപ്പിക്കുകയാണ്, കേരള ബോക്സ് ഓഫീസിൽ ആദ്യ വാരത്തിൽ സിനിമ 25 കോടിക്ക് മുകളിലേക്ക് എത്തുമെന്നുള്ളത് ഉറപ്പാണ്. ശനി ഞായർ ദിനങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു ഏകദേശം 15 കോടിയോളം നേടുമെന്നുള്ളത്. പിന്നീടുള്ള ദിവസങ്ങളിലും സിനിമ മിന്നും എന്നുള്ളതിന് സംശയങ്ങളൊന്നുമില്ല. അത്രത്തോളം തിരക്കാണ് ഈ ഒരു സിനിമയ്ക്ക് ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ലാൽ സലാം.